നമസ്കാരം. അങ്ങനെ ഇന്ത്യ മൂന്നാമത്തെ T20 വേൾഡ് കപ്പ് നേടിയിരിക്കുകയാണ്. അങ്ങനെ വെറുതെ ഒരു വിജയം മാത്രമല്ല, ഒരുപാട് റെക്കോർഡുകൾ നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോ കുറച്ച് റെക്കോർഡുകൾ നമുക്ക് നോക്കാം. അതിലൊന്ന് ഒരു ഹോം ഗ്രൗണ്ടിൽ ആദ്യമായിട്ടാണ് ഒരു ടീം T20 വേൾഡ് കപ്പ് നേടുന്നത്. പിന്നെ തുടർച്ചയായിട്ട് 2 T20 വേൾഡ് കപ്പുകൾ നേടുന്ന ആദ്യത്തെ ടീമായിട്ട് ഇന്ത്യ മാറി. പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ T20 വേൾഡ് കപ്പ് ഉള്ളത് ഇന്ത്യക്കാണ്. അത് 3 എണ്ണമാണ്. 2007, 2024, 2026. പിന്നെ ഒരു T20 വേൾഡ് കപ്പ് ഫൈനലിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ ആയിട്ടുള്ള 255 റൺസ് ഈ കഴിഞ്ഞ കളിയിലാണ് നേടിയത്. അങ്ങനെ ഒരു റെക്കോർഡും ഇന്ത്യ നേടി. പിന്നെ T20 ഫൈനലിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ അത് നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ ആണ്. 89 റൺസ്. മാത്രമല്ല ടൂർണമെന്റിന്റെ ആദ്യ കളികളിൽ ഇല്ലായിരുന്നെങ്കിലും പിന്നെ ഉണ്ടായിരുന്ന കളികളിലൊക്കെ തകർപ്പൻ കളി കളിച്ച് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റും സഞ്ജു നേടിയിരിക്കുകയാണ്. അതുപോലെ ജസ്പ്രീത് ബുംറ ഇന്നലെ മാൻ ഓഫ് ദി മാച്ച് ബുംറ ആയിരുന്നു. ഇന്നലത്തെ ബോളിംഗ് ഫിഗർ ഒരു ഫൈനൽ മാച്ചിലെ ഏറ്റവും ബെസ്റ്റ് ബോളിംഗ് ഫിഗർ ആണ്. 4 വിക്കറ്റിന് 15 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് ആണ് ആ ഒരു സ്പെല്ല് കഴിഞ്ഞത്. അതുപോലെ എല്ലാവരുടെയും പേര് എടുത്തു പറയേണ്ടതുണ്ട്. ഇന്നലെ ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും ഒക്കെയും നന്നായി കളിച്ചു. പ്രത്യേകിച്ച് അഭിഷേക് ശർമ്മ ഔട്ട് ഓഫ് ഫോം ആയിരുന്നു. അഭിഷേക് ശർമ്മയുടെ ഒരു തിരിച്ചുവരവാണ് നമ്മൾ കണ്ടത്. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ നല്ല ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിജയം ടീം ഓരോരുത്തരും അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് വെൽ ഡൺ ഇന്ത്യ. അപ്പോൾ ബൈ.